നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛനമ്മമാരോടാണ്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകളിൽ ജനിച്ച, നക്ഷത്രങ്ങളിൽ ജനിച്ച മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ എഴുതി വെച്ചുകൊള്ളൂ. നിങ്ങളുടെ കുടുംബം ആ മക്കളെ കൊണ്ട് രക്ഷപ്പെടും കേട്ടോ. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഈ നാളുകളിൽ ജനിച്ച മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ വരുന്ന 12 വർഷം, അതായത് ഒരു വ്യാഴവട്ടക്കാലം, ഈ നക്ഷത്രക്കാരുടെ ഉയർച്ച കാണാൻ പോവുകയാണ്. ഈ നാളുകളിൽ ജനിച്ച മക്കളുള്ള അച്ഛനമ്മമാര് ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറും കേട്ടോ. ആ മക്കളെ കൊണ്ട് ആ കുടുംബം രക്ഷപ്പെടും. അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ തലവര തെളിയും എന്നുള്ളതാണ്. ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രത്യേകതയുള്ള 9 നക്ഷത്രങ്ങളെ പറ്റിയാണ്. അതായത് വരാൻ പോകുന്ന ഒരു വ്യാഴവട്ടക്കാലം, അതായത് വരാൻ പോകുന്ന 12 വർഷക്കാലം. ഈ വരാൻ പോകുന്ന 12 വർഷം ഈ 9 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിഞ്ഞുനോട്ടമില്ല എന്നുള്ളതാണ്. എന്താണ് തിരിഞ്ഞുനോട്ടമില്ല എന്നുള്ളത്? ഇപ്പോൾ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന 12 വർഷം രാജയോഗ തുല്യമായിട്ടുള്ള ഫലം ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോവുകയാണ്. ഈ നക്ഷത്രക്കാരിലൂടെ ആ അച്ഛനും അമ്മയ്ക്കും ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം പൂവണിയും എന്നുള്ളതാണ്. അതുകൊണ്ട് മക്കൾ, ചെറിയ മക്കളായിക്കൊള്ളട്ടെ വലിയ മക്കളായിക്കൊള്ളട്ടെ, ഈ നക്ഷത്രക്കാർ മക്കളുണ്ടെങ്കിൽ അതിൻ്റെ ഐശ്വര്യം ആ അച്ഛനും അമ്മയ്ക്കും, പ്രത്യേകിച്ചും അമ്മയ്ക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ നക്ഷത്രക്കാരൊക്കെയാണ്, എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് തേടി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് കേട്ട് നോക്കൂ. ഈ നക്ഷത്രക്കാർ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഇത് പറയാൻ മറക്കണ്ട. ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊള്ളാൻ പറയൂ. ജഗദീശ്വരൻ്റെ കാവലുണ്ട്. വരുന്ന 12 വർഷം നിങ്ങളെ ഒരു ശക്തിക്കും തകർക്കാൻ സാധിക്കില്ല. ജീവിതത്തിൽ ആരൊക്കെ നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടുണ്ടോ അവരൊക്കെ വിവരമറിയും എന്ന് സാരം. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് പറയാം. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. ഉണ്ടോ പുണർദംകാർ? മോനോ മോളോ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? നിങ്ങളുടെ മക്കളായി പുണർദം നക്ഷത്രത്തിൽ ജനിച്ച, പുണർദം നക്ഷത്രക്കാരനായ ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന 12 വർഷക്കാലം വലിയ ചില വിജയങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായിട്ട്, ഒരെണ്ണമല്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് വലിയ ചില വിജയങ്ങൾ എത്തുമെന്നാണ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. വരുന്ന 12 വർഷക്കാലം രാജയോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പുണർദംകാരുടെ ജീവിതം പലരുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് ഒരു വിരോധാഭാസമായിട്ട് നിങ്ങൾക്ക് തോന്നും. അയ്യോ, എൻ്റെ ജീവിതത്തിലോ അല്ലെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലോ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരുപാട് കഷ്ടപ്പാടുകളുടെ നടുവിലാണ്, ഒരുപാട് ദുരിതങ്ങളുടെ നടുവിലാണ്, ഒരുപാട് കടബാധ്യതകളുടെ നടുവിലാണ്. ജീവിതത്തിൽ ഒരു രീതിയിലുള്ള ഒരു പ്രതീക്ഷയില്ല. ഇപ്പം പുണർദംകാർ പലരും ജീവിതത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, മക്കളുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കോളൂ, പ്രതീക്ഷ അറ്റിരിക്കുകയാണ്. എന്തായിത്തീരും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ പ്രതീക്ഷ അറ്റിരിക്കുകയാണ്. ശത്രുക്കളോ? ചുറ്റും ശത്രുക്കൾക്ക് ഒരു കുറവുമില്ല. ജീവിതത്തിൽ ഒരു പടി കയറുമ്പം 4 പടി പിടിച്ചിറക്കാനായിട്ട് ചുറ്റും ശത്രുക്കളും ഉണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യമാണ്. പുണർദം നാളുകാർ മക്കളുള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തെല്ലാം ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അതെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുക, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജീവിതത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ വരാൻ പോകുന്ന ഒരു വ്യാഴവട്ടക്കാലം, ഏതാണ്ട് 12 വർഷം ഇവരെ സംബന്ധിച്ചിടത്തോളം, പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയുടെ, വിജയത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ, കാര്യനേട്ടങ്ങളുടെ ഒന്നിനു പിറകെ ഒന്നായി വിജയ കൊടുമുടി കയറി ഇവരൊരു സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് തുല്യമായി ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് തുല്യമെന്ന് പറയാൻ കാരണം വലിയ അധികാര സ്ഥാനങ്ങൾ, ഇവർ ചിലപ്പം ഒരു ലോകം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം നിയന്ത്രിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം നിയന്ത്രിക്കുന്ന രീതിയിൽ, ഒരു ബിസിനസ് നിയന്ത്രിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഖ്യം നിയന്ത്രിക്കുന്ന രീതിയിലൊക്കെ ഇവരുടെ ജീവിതത്തിൽ വിജയങ്ങൾ വന്ന് ഇവരെ അധികാര സ്ഥാനത്തെത്തും എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഐശ്വര്യമായിരിക്കും. ഇവർ ഈ നക്ഷത്രക്കാർ, പുണർദംകാർ മക്കളായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കൈയെടുത്ത് കുമ്പിട്ട് മഹാദേവനെ തൊഴുതുള്ളൂ. ശിവനച്ഛനൊപ്പമുണ്ട്, മഹാദേവൻ്റെ കരുണയുണ്ട്. ഈ നാളുകാരായിട്ടുള്ള മക്കളുള്ള അച്ഛനമ്മമാർക്ക് സൗഭാഗ്യം എത്തിയിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് കേട്ടോ. ജീവിതത്തിൽ
ഒത്തിരി പ്രതിസന്ധികളിൽ നിൽക്കുകയാണ് അനിഴംകാരൻ നിലവിൽ എന്ന് പറയുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിനെ പറ്റി, ഭാവിയെ പറ്റിയൊക്കെ ഓർക്കുന്ന സമയത്ത് ദൈവമേ എങ്ങനെ ഒരു വർഷം പോലും തികയ്ക്കത്തില്ല. പിന്നാണ് തിരുമേനി പറയുന്നത് 12 വർഷം എന്നായിരിക്കും ഒരുപക്ഷെ അനിഴംകാരിപ്പം മനസ്സിൽ വിചാരിക്കുന്നത്. ഒരു വർഷം പോലും, അടുത്ത ഒരു വർഷം പോലും എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ രീതിയിൽ ജീവിതത്തിൽ അനർത്ഥങ്ങളും ദുരിതങ്ങളും ആശങ്കകളും ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക അനിഴംകാർക്ക്. എന്താവും ഭാവി, എന്താകും, അല്ലെങ്കിൽ ഭാവിയിൽ എങ്ങനെയൊക്കെ ആയിത്തീരും, ദൈവമേ എന്താവും അവസ്ഥ, ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടേണ്ടി വരുമോ, ജീവിതം എന്താകും, ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് അനിഴംകാരുടെ മുന്നിൽ ഈ ഭാവി എന്ന് പറയുന്നത്. ആ അനിഴംകാർ കേൾക്കാൻ വേണ്ടി പറയുക കേട്ടോ. ഇതൊരു വെറും പ്രവചനമായിരിക്കില്ല. ഈശ്വര കൃപയാൽ നിങ്ങളിത് ഇന്ന് കലണ്ടറിൽ കുറിച്ചിടൂ. ഡയറി എഴുതുന്നവരാണെങ്കിൽ ഡയറിയിൽ കുറിച്ചിടൂ. സത്യസന്ധമായി ഭഗവതിയെ മഹാലക്ഷ്മിയെ സാക്ഷി നിർത്തി പറയുന്നു, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. 12 വർഷമാണ്. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ 12 വർഷം കണക്ക് കൂട്ടു. 2038 വരെയുള്ള വരുന്ന ഒരു 12 വർഷക്കാലം നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ. ഒരു ഡയറിയിലോ കലണ്ടറിലോ ഒന്ന് കുറിച്ചിടൂ. നിങ്ങളുടെ ജീവിതം ഞാൻ ഈ പറയുന്ന രീതിയിൽ മാറിയിരിക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, ധനപരമായിട്ട് വലിയ ഉയർച്ച നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. ഈശ്വരൻ്റെ കൃപയാൽ, ജഗതീശ്വരൻ്റെ കൃപയാൽ, നാരായണൻ്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനാഗമത്തിന് ഒരു മുട്ടും വരുത്തില്ല. ധനപരമായിട്ട് മുന്നേറ്റം വരുന്ന 12 വർഷം കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് പലതും തിരിച്ചു പിടിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് നഷ്ടങ്ങൾ ഈ പ്രായത്തിനിടയിൽ ഈ അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അനിഴം നക്ഷത്രക്കാർ മക്കളുള്ള അച്ഛനമ്മമാരൊക്കെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരുപാട് ഇല്ലായ്മയുടെ നടുവിലായിരിക്കും ഈ നക്ഷത്രക്കാർ വളർന്നിട്ടുള്ളത്. പലപ്പോഴും പല ആഗ്രഹങ്ങളും ഉള്ളിൽ കടിച്ചമർത്തിയായിരിക്കും ജീവിച്ചിട്ടുണ്ടായിരിക്കുക ഈ നക്ഷത്രക്കാരായ മക്കൾ. അതൊക്കെ അവർ ആ നഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ കടിച്ചമർത്തിയതും ഒക്കെ ഇവർ നേടിയെടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും സത്യമുള്ള നക്ഷത്രമായി ജ്വലിച്ചു വരും അനിഴം നക്ഷത്രം എന്നുള്ളതാണ്. അപ്പം അനിഴമാണ് രണ്ടാമത്തെ നക്ഷത്രം. നാരായണനെ പ്രാർത്ഥിക്കൂ, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കൂ, നല്ലതേ വരുള്ളൂ. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതിക്കാരുടെ ജീവിതത്തിൽ തിരിച്ചുവരവിൻ്റെ 12 വർഷങ്ങളാണ് പിറക്കാൻ പോകുന്നത്. രേവതിക്കാരായിട്ടുള്ള മക്കളുള്ള അച്ഛനോ അമ്മയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തിരിച്ചുവരവാണ് ഈ മക്കളിലൂടെ നിങ്ങൾക്ക് അച്ഛനമ്മമാർക്കടക്കം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയാം. അച്ഛനമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, സഹോദരങ്ങൾക്കും രേവതി നക്ഷത്രത്തിൻ്റെ ചൈതന്യം കിട്ടുമെന്നാണ് പറയുന്നത്. രേവതിക്കാരായ മക്കളുള്ള അച്ഛനും അമ്മയും ഭാഗ്യവാനും ഭാഗ്യവതിയും കേട്ടോ. സംശയമില്ലാത്ത പറയാം, നിങ്ങളുടെ മക്കൾ രേവതിക്കാരനോ രേവതിക്കാരിയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ പ്രഭയാൽ ജീവിതത്തിൽ വരുന്ന 12 വർഷക്കാലം, ഞാൻ പറയുന്ന ഒരു 6 മാസത്തെ ഫലമോ 2 ദിവസത്തെ ഫലമോ അങ്ങനത്തെ ഒന്നുമല്ല, ഒരു ലോങ് ടേം ആയിട്ട് നോക്കുമ്പം വളരെ പ്രത്യേകതയുള്ള, വളരെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു നക്ഷത്രമായിട്ട് ഈ നക്ഷത്രം മാറും എന്നുള്ളതാണ്. രേവതിക്കാരുടെ ജീവിതത്തിൽ വലിയ ചില നേട്ടങ്ങൾ, ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നടക്കാൻ പോകുന്ന 12 വർഷമാണ് വരാൻ പോകുന്നത്. ഇന്ന് ജീവിക്കുന്ന കണക്കാവില്ല. 12 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ വലിയ സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലായിരിക്കും. ജഗദീശ്വര, നീ എനിക്ക് ഈ അനുഗ്രഹമെല്ലാം തന്നല്ലോ എന്ന് സ്വയം ഈശ്വരനോട് വിളിച്ചു പറയുന്ന ഒരു ഘട്ടത്തിൽ ഈ നക്ഷത്രം രേവതി എത്തി നിൽക്കും എന്നുള്ളതാണ്. മനസ്സിരുത്തി മഹാദേവനെ പ്രാർത്ഥിക്കൂ, എല്ലാം നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം, നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലംകാരുടെ കാര്യം ബഹുരസമാണ്. ജീവിതത്തിൽ ഈ നക്ഷത്രക്കാരായിട്ടുള്ള മക്കൾ വീട്ടിലുള്ളവർക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവും, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്കാണ് പറയാനുള്ളത്. മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചിട്ട് കാലങ്ങളായിട്ടുണ്ടാവും ഈ നാളുകാരായിട്ടുള്ള മക്കളെന്ന് പറയുന്നത്. ഇവരുടെ പകുതി കഴിവും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ ജീവിതത്തിൽ ഉയർന്ന് മികച്ച രീതിയിൽ പോകുമ്പോഴും ഈ നക്ഷത്രക്കാരിങ്ങനെ പമ്മി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചത്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ നക്ഷത്രക്കാരായിട്ടുള്ള മക്കൾ? മൂലം നക്ഷത്രത്തിൽ ജനിച്ച മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മതി, കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എന്തോ ഒന്ന് മന്ദീഭവിച്ച് പല കാര്യങ്ങളും ആരോ തല്ലിക്കെടുത്തുന്ന പോലെ അല്ലെങ്കിൽ പറഞ്ഞു മുടക്കുന്ന പോലൊക്കെ ഈ നാളുകാരുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ ഒരു സങ്കടം മൊത്തത്തിൽ അച്ഛനമ്മമാർക്കും വീടിനും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ശരിയാണോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ മൂലംകാരായിട്ടുള്ള മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ആ അച്ഛനമ്മമാരോട് ഞാൻ പറയുകയാണ്, ആ മൂലം നക്ഷത്രക്കാർക്ക് വരുന്ന 12 വർഷം ദോഷങ്ങൾ നീങ്ങുന്ന, ഇവരുടെ ജീവിതത്തിൽ വലിയ വഴികൾ തുറക്കുന്ന, വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ എത്തുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഒരു വഴി അടയുമ്പം, ഒരു വാതിലടയുമ്പം 10 വാതിൽ ഇവരുടെ ജീവിതത്തിൽ തുറക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. 10
10 വാതിൽ തുറക്കുമെന്നാണ് പറയുന്നത്. 10 വഴി ഇവരുടെ ജീവിതത്തിൽ ഈശ്വരനായിട്ട് തെളിച്ചു തരാൻ പോകുന്ന കാലമാണ്. തൊഴിൽപരമായിട്ടാണ് മൂലം നക്ഷത്രക്കാർക്ക് നേട്ടം വന്ന് ഭവിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ നേടിയിട്ടില്ലാത്ത രീതിയിൽ തൊഴിൽപരമായിട്ട് നേട്ടം ഇവരെ തേടിയെത്തും എന്നുള്ളതാണ്. ജഗദീശ്വരൻ്റെ കൃപയുണ്ട്, സർവം ഗംഭീരമായി കിട്ടും, നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പം ധൈര്യമായിരിക്കും. മൂലങ്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കൂ. അവരിലൂടെ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും, അച്ഛനും അമ്മയ്ക്കും ആ സൗഭാഗ്യം കാണാനുള്ള യോഗം ഉണ്ടാകും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. ജീവിതത്തിൽ പൂയം നക്ഷത്രക്കാരായിട്ടുള്ള അച്ഛനമ്മമാർ, അത് പൂയം നക്ഷത്രക്കാരായ മക്കളുള്ള അച്ഛനമ്മമാർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ജീവിതത്തെ എന്തൊക്കെ ദുരിതങ്ങൾ വന്നിട്ടും ചേർത്ത് പിടിച്ച് രക്ഷിച്ച് നിർത്തുന്നത് ഈ പൂയം നാളുകാരായിട്ടുള്ള മക്കളാണ് കേട്ടോ. അത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയാം. അത് തിരിച്ചറിഞ്ഞ അച്ഛനമ്മമാരും ഉണ്ട്, പക്ഷെ തിരിച്ചറിയാത്തവരും ഉണ്ട്. പക്ഷേ തിരിച്ചറിഞ്ഞവരോടും അറിയാത്തവരോടും പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തെ അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ എന്തൊക്കെ അനർത്ഥങ്ങളുണ്ടെങ്കിലും അവസാനം അതിൽ നിന്ന് രക്ഷിച്ച് കരപറ്റിച്ച് നിർത്തുന്നത് ഈ പൂയം നാളുകാരുടെ ഒരു പ്രഭയാണ് കേട്ടോ. അത് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്താൻ പോവുക വരുന്ന 12 വർഷക്കാലം എന്ന് പറയുന്നത്. ശുക്രൻ അനുഗ്രഹിച്ചു എന്ന് പറയത്തില്ലേ? ശുക്രൻ എന്ന് പറഞ്ഞാൽ ആ സൗഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ്. ആ ശുക്രൻ അടിച്ചു അല്ലെങ്കിൽ ശുക്രൻ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന പോലുള്ള ഭാഗ്യ സൗഭാഗ്യ വിജയങ്ങളാണ് വരുന്ന 12 വർഷം ഇവരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത്. വീട്ടിലൊരു പൂയങ്കാരനുണ്ട് എന്നുണ്ടെങ്കിൽ ആ പൂയങ്കാരൻ നശിച്ച് കാണണമെന്ന് കരുതി ഒരുപാട് പ്രാക്കും വിളിയും ചുറ്റും ഉണ്ടാവും. ചിലപ്പം ബന്ധുമിത്രാദികളിൽ നിന്നുണ്ടാവും, ചിലപ്പം അയൽപക്കത്തു നിന്നുണ്ടാവും, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തു നിന്നുണ്ടാവും, തൊഴിലിടത്തിൽ നിന്നുണ്ടാവും. ഇതൊക്കെ ഈ പൂയം നാളുകാർ നശിക്കണം. കാര്യം മറ്റൊന്നുമല്ല, ഈ പൂയം നക്ഷത്രം എല്ലായിടത്തും മിന്നും. അപ്പോൾ അവരെ തവിച്ചിടാൻ വേണ്ടി, അവരെ തളച്ചിടാൻ വേണ്ടി പല രീതിയിലുള്ള പ്രവൃത്തികളും ജീവിതത്തിൽ ഉണ്ടാവുമെന്നുള്ളതാണ്. അതിനെ ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് പൂയങ്കാർ ഉദിച്ചുയരാൻ പോകുന്ന, ജ്വലിച്ചുയരാൻ പോകുന്ന 12 വർഷങ്ങളാണ്. തൊഴിൽപരമായിട്ട് നേട്ടം, ധനപരമായിട്ട് വൻ കുതിപ്പ്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന, ജീവിതം അടിമുടി മാറുമെന്നാണ് പൂയം നക്ഷത്രത്തിന് കാണാൻ പറ്റുന്നത്. പൂയങ്കാരായിട്ടുള്ള അച്ഛനമ്മമാരുടെ ഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ. നിങ്ങളുടെ വീട് രക്ഷപ്പെടും, കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. ഒരുപക്ഷെ കാർത്തികയ്ക്ക് ഈ സൗഭാഗ്യം ഉണ്ടെന്ന് ഞാൻ പറയുമ്പം ചിരിക്കുന്നുണ്ടാവും എല്ലാവരും കേൾക്കുന്നവർ. കാരണം അത്തരത്തിൽ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാർത്തികക്കാർ മക്കളുള്ള അച്ഛനമ്മമാരെന്ന് പറയുന്നത്. ശരിയല്ലേ? കാർത്തികക്കാരൊക്കെ കാര്യം ശരിയൊക്കെയാണ്. മോൻ കാർത്തികയാണല്ലേ, മകള് കാർത്തികയാണ്. പക്ഷേ ഇപ്പം നിലവിൽ വലഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാ രീതിയിലും കിടന്ന് കറങ്ങി അടിക്കുന്നുണ്ട്. ഭാവിയെ പറ്റിയൊക്കെ ആലോചിക്കുമ്പം ചിലർക്ക് കിടന്നാൽ ഉറക്കം വരത്തില്ല. പല കാര്യങ്ങളെപ്പറ്റിയും ചിന്തയുണ്ട്, മക്കളെപ്പറ്റി ചിന്തയുണ്ട്, ഈ നാളുകാരുടെ ജീവിതത്തെപ്പറ്റി ഒരുപാട് ആശങ്കകളുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അനർത്ഥങ്ങൾ, മനപ്രയാസങ്ങൾ, ഇവരെങ്ങും എങ്ങും എത്താത്തൊരവസ്ഥ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ, ഇതൊക്കെ വല്ലാതെ കാർത്തികക്കാർ മക്കളുള്ള അച്ഛനമ്മമാരെ അലട്ടുന്നുണ്ട്. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ആ കാർത്തികക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, വരാൻ പോകുന്ന 12 വർഷം, ഏതാണ്ട് 2038 വരെയുള്ള വരുന്ന 12 വർഷങ്ങൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, കാർത്തികക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളുടെ വർഷമാണ് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന, നാട്ടുകാരെയൊക്കെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന, ഇവൻ ഇത്രയും കഴിവുണ്ടായിരുന്നോ, അല്ലെ ഇവൾ ഇത്രയും മിടുക്കിയായിരുന്നോ എന്നുള്ള രീതിയിൽ ചോദിപ്പിക്കുന്ന രീതിയിൽ വിജയങ്ങൾ നേടാൻ പോകുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഒരുപാട് രീതിയിലുള്ള വിജയങ്ങൾ കാണുന്നുണ്ട്, നേട്ടങ്ങൾ കാണുന്നുണ്ട്. ആഗ്രഹ സാഫല്യത്തിൻ്റെ വർഷങ്ങളാണ്. 12 വർഷമെന്ന് പറഞ്ഞാൽ ചില്ലറ വർഷമല്ല. ഞാൻ 6 മാസത്തെയോ 1 വർഷത്തെയോ ഫലമല്ല പറയുന്നത്. 12 വർഷത്തിൻ്റെ ചില ദോഷങ്ങളൊക്കെ അങ്ങിങ്ങൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തട്ടി നീങ്ങിപ്പോവും. മൊത്തം 12 വർഷത്തിൽ നോക്കുന്ന സമയത്ത് കാർത്തിക ഉദിച്ചുയരും. എല്ലാ ബാധദോഷങ്ങളും തീർത്ത് കാർത്തിക രക്ഷപ്പെടുന്ന കാലമാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതഞ്ഞ് കിടക്കുക എന്നാണ് ചതയങ്കാർ പറയുന്നത്. എന്നെ ഒരുപാട് ചതയങ്കാർ കാണാൻ വരും. തിരുമേനി നാള് പോലെ തന്നെ തിരുമേനി ചതഞ്ഞ് കിടക്കുക ജീവിതം, ഒരു രീതിയിൽ ഒരു പച്ച പിടിക്കുന്നില്ല, ഇങ്ങനെ ചതഞ്ഞും മറിഞ്ഞും കിടക്കുക ജീവിതം, എന്താ അവസ്ഥയെന്ന് ചോദിക്കാറുണ്ട്. ചതയങ്കാരായിട്ടുള്ള മക്കളുള്ള അച്ഛനമ്മമാരോടാണ് പറയുന്നത്, നിങ്ങളുടെ സൗഭാഗ്യം കേട്ടോ, നിങ്ങളുടെ ഭാഗ്യമാണ്, ഈശ്വരനെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തന്ന കേട്ടോ ആ മക്കളെ.
ഈശ്വരൻ ഓരോ മക്കളെയും ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നെ തരുന്നത്. പക്ഷേ ചതയൻകാരായിട്ടുള്ള നാളിൽ ജനിക്കുക മക്കളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയും കണ്ണീരും തന്നെ ആകട്ടോ ആ ഫലം കണ്ടിരിക്കുന്നത്. ആ മക്കളിലൂടെ, അതിപ്പം മുതിർന്ന മക്കളായിക്കൊള്ളട്ടെ, ചെറിയ മക്കളായിക്കൊള്ളട്ടെ, ആ മക്കളായിരിക്കും നിങ്ങളുടെ ഭാഗ്യമായി തീരാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തെ പല ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരാപത്ത് കാലത്ത്, അച്ഛനും അമ്മയ്ക്കും ഒരാപത്ത് കാലം ഉണ്ടെങ്കിൽ ആ ആപത്ത് കാലത്ത് ഉതകാൻ പോകുന്നത് ആ നക്ഷത്രക്കാരായിട്ടുള്ള ചതയൻകാർ മക്കളായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യം. വരുന്ന 12 വർഷക്കാലം ഇവരെ സംബന്ധിച്ചിടത്തോളം രാജയോഗ സമമായിട്ടുള്ള കാര്യങ്ങൾ നേടും. സർവം ഗംഭീരമായി കിട്ടാൻ പോവുകയാണ്. തൊടുന്നതൊക്കെ പൊന്നാവും. എന്താണ് തൊടുന്നത് പൊന്നാവുക എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിൽ കയറി ഇടപെട്ടാലും അതൊക്കെ വിജയമായി തീരുന്ന ഒരവസ്ഥ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് ഈ വിശാഖംകാർ മക്കളുള്ള അച്ഛനമ്മമാർ. പൊതുവേ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ വളർത്തിയത് എന്ന് പറയുന്നത്. ഒരു ഒരു ഒരുപക്ഷെ പല സന്ദർഭങ്ങളിലും മറ്റുള്ള മക്കളൊക്കെ സമൂഹത്തിൽ വളരുന്ന പോലെ കൊടുക്കാനൊന്നും ഇവർക്ക് ഉണ്ടായെന്നിരിക്കത്തില്ല ഈ വിശാഖംകാർ മക്കളുള്ള അച്ഛനമ്മമാർക്ക്. ഒരു 90% അച്ഛനമ്മമാരും വളരെ സ്വർണ്ണക്കാരണ്ടിയായിട്ടൊന്നും മക്കളെ ജനിപ്പിച്ചു വിട്ടവരൊന്നും അല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് ബാലാരിഷ്ടകളും ആരോഗ്യ പ്രശ്നങ്ങളും അതൊക്കെ തരണം ചെയ്ത് ഒരുപാട് പ്രയത്നിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെ വളർത്തുന്നത്, അല്ലെ വളർത്തി വലുതാക്കിയത് എന്ന് പറയുന്നത്. വിശാഖംകാർ ആ മക്കളെ കൊണ്ട് എന്ത് പറ്റിയെന്നറിയാവോ? നിങ്ങളുടെ നെടുന്തൂണായി മാറും, നിങ്ങളുടെ വീടിൻ്റെ നെടുന്തൂണാവും. നിങ്ങളുടെ ആപത്ത് കാലത്ത്, നിങ്ങളുടെ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് എല്ലാമായി തീരും. വരുന്ന 12 വർഷം അതിനുള്ള യോഗം തെളിയാൻ പോവുകയാണ്. വരുന്ന 12 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ജീവിതത്തിൽ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജീവിതത്തിന് അടിത്തറ 2 തലമുറയ്ക്കെങ്കിലും ഉള്ളത് ഈ വിശാഖം നക്ഷത്രക്കാർ വരുന്ന 12 വർഷത്തിനുള്ളിൽ നേടിയെടുക്കും, ഉണ്ടാക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്ന പ്രവചനം മഹാലക്ഷ്മി സാന്നിധ്യത്തിൽ ഹൃദയത്തിൽ തൊട്ട് പറയുന്നു. ഭഗവതി അനുഗ്രഹിക്കും, എൻ്റെ അമ്മ അനുഗ്രഹിക്കും, മഹാലക്ഷ്മി അനുഗ്രഹിക്കും, വിശാഖംകാർ രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതിക്കാരുടെ കാര്യത്തിൽ വരുന്ന 12 വർഷക്കാലം ദുരിതപ്പെയ്ത്തുകൾ ഒഴിയുന്ന 12 വർഷങ്ങളാണ്. എന്ത് കാര്യം മനസ്സിരുത്തി ചെയ്താലും ഈശ്വരനായിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഫലം, ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കൃത്യം ഫലം നേടിത്തരുന്ന 12 വർഷങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് എന്താ, ഏത് കാര്യം മനസ്സിരുത്തി അങ്ങോട്ട് ഇറങ്ങിയാലും അതൊക്കെ വിജയിച്ചു വരും. തുടരെ വിജയങ്ങൾ ഇവരെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ കൊണ്ടുവരുമെന്ന, ലോകം അറിയപ്പെടുന്നവരായി തീരുമെന്നാണ് കാണുന്നത്. ലോകം അറിയപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ ഇവർ ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ മിടുക്കനായി തീരും, അല്ലെ മിടുക്കിയായി തീരും എന്നുള്ളതാണ്. ലോകം മൊത്തം അറിയുക എന്ന് പറഞ്ഞാൽ വലിയ സെലിബ്രിറ്റി ആവുക ആ അർത്ഥത്തിലല്ല പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഒരു ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിലേറ്റവും ഉയരത്തിൽ അയാളെ എല്ലാവരും ആ മേഖലയിൽ എല്ലാവരും അറിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ചെയ്യുന്ന ബിസിനസ് മേഖലയിൽ ഏറ്റവും മിടുക്കനായിട്ട് അറിയപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കലാപരമായിട്ടുള്ള വാസനയായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ആ കലാമേഖലയിൽ ഏറ്റവും മിടുക്കനായി, ഏറ്റവും മിടുക്കിയായി വരാനുള്ള അവസരം. അങ്ങനെ ഏത് തൊഴിലും ആയിക്കൊള്ളട്ടെ, ആ കർമ്മവും ആയിക്കൊള്ളട്ടെ, ആ മേഖലയിൽ അറിയപ്പെടുന്നവനായി അല്ലെ പ്രമുഖനായി തീരും എന്നുള്ളതാണ്. അശ്വതിക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ച് മുന്നോട്ട് പോകാൻ പറയൂ. 12 വർഷം നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ്. അപ്പം അശ്വതിയാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 9 നാളുകൾ നിങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങളുടെ മക്കൾ ഈ നാളുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്നുള്ളത് കേട്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ തീർച്ചയായിട്ടും ആ ജഗദീശ്വര കൃപ, ഭഗവതിയുടെ കൃപ, ഭഗവാന്റെ കൃപ തൊട്ടറിയാൻ സാധിക്കും. ഗംഭീരമാവും. ഞാൻ ഈ പറഞ്ഞ 9 നാളുകളും നശിക്കില്ല, നന്നായി വരും. അച്ചിട്ടായ കാര്യമാണ്, കുറിച്ച് വെച്ചുള്ളൂ എന്നുള്ളതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അമ്മ മഹാലക്ഷ്മി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി പറയുന്നു. നന്ദി, നമസ്കാരം.